ദേ വരുന്നുണ്ട് നിങ്ങളേന്ന് നിങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ച സൂപ്പർ മാർക്കറ്റിന്റെ അവകാശി. പുച്ഛത്തടമായ ആദിത്യനെ നോക്കി പറഞ്ഞു. നിങ്ങളത് എവിടെ പോയതാണ്? എന്തും തോന്നും പോലെ ചെയ്യാന്നാണോ? സുമ കയറി വരുമ്പോൾ തന്നെ ആദിത്യൻ ചാടി വീണു. ഞാനെന്ത് ചെയ്തിരുന്നാടാ നീയൊക്കെ പറയുന്നത്? നിങ്ങൾ എവിടെ പോയതാ? ഞാൻ എൻ്റെ മോളെ കാണാൻ പോയത്. ഇതൊന്നും നിന്നെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രം. സുമ ആദിത്യനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലായതുകൊണ്ട് അവർ കൊച്ചിക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ അത് ചെയ്യാത്തത്? അഭിജിത്ത് സുമയോട് ചോദിച്ചു. ഏത് ആ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ ആ ചെറ്റയ്ക്കോ? അവന് വയ്യെങ്കിൽ ഞാനത് ചെയ്യണം. അവൻ്റെ അമ്മയ്ക്കും അച്ഛനും പെങ്ങൾക്കും ചോറ് വെച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സിലാ. നിങ്ങൾ ഈ അഹങ്കാരം പറയുന്നത് ആ മാപ്പിളച്ചക്കനെ കണ്ടിട്ടല്ലേ? തീർത്ത് തരുന്നുണ്ട് ഈ അഹങ്കാരം. ആദ്യത്തിൻ പല്ല് കടിച്ച് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ പേടിപ്പിക്കില്ല മോനെ. ഒരിക്കൽ ഞാൻ പേടിച്ചിരുന്നു. അതെൻ്റെ കുഞ്ഞിനെ ഓർത്താണ്. ഇന്നാണ് ഒരുത്തിൻ്റെ തണലിൽ എല്ലാവരും സന്തോഷവതിയെ അവൾ കഴിയുന്നുണ്ട്. അത് മതി എനിക്ക്. പിന്നെ അല്ലുമോനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് എൻ്റെ മക്കളുടെ ചിന്തയെങ്കിൽ ചെമ്പോത്തുള്ളതാണ്. അവരെന്നുകൂടെ എൻ്റെ മക്കളൊന്ന് ചിന്തിച്ചോണം കേട്ടല്ലോ. ആണെന്ന് പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നു രണ്ട് പെങ്കോന്തമാർ. ദേഷ്യത്തിൽ പറഞ്ഞിട്ട് സുമ റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു. ഇങ്ങനെയായാലും എന്ത് ചെയ്യുമെന്നും ഇപ്പൊ പുറത്തുനിന്നും ആണ് കഴിക്കുന്നത് അവർ. അവർക്ക് വേണ്ടി മാത്രമേ വലതും വെച്ചുണ്ടാക്കൂ. എനിക്ക് മടുത്തു. മായി കയ്യിലിരുന്ന ക്ലാസ് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. രാധ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ? അവൾ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ കേൾക്കും. അഭിജിത്താണ് പറഞ്ഞത്. കുറെ കേൾക്കും നിങ്ങളെ അമ്മ. അന്ന് അവർ ലച്ചുവിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതിന് സ്വന്തം ഭർത്താവിനെയും അനിയത്തിയെയും സംശയിച്ചു പറഞ്ഞതിന് മുഖത്തടിച്ചാണ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതിലൊന്നും രക്ഷയില്ല. മറ്റെന്തെങ്കിലും വഴി നോക്കണം. മുൻപൊന്നും അമ്മയ്ക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈയിടെയായിട്ടാണ് ഇത്ര പ്രശ്നം. അഭിജിത്ത് തനിയെ നിന്ന് പിറുപിറുത്തു. ആ അഖിലേഷിന് അടുത്തയാഴ്ച 25 ലക്ഷം എങ്ങനെ കൊടുക്കുമെന്നാണ് ആദിത്യൻ മായയെ നോക്കി പറഞ്ഞു. ആദ്യേട്ടൻ എന്നെ എന്തിനാ നോക്കുന്നത്? എങ്ങനെയെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ആലോചിച്ചു. അവളെ കണ്ടിട്ടാണ് അവൻ പണം തന്നത്. പെണ്ണുമില്ല പണമില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ മടിക്കില്ലവൻ. മായയ്ക്ക് ഭയം തോന്നി. ഇനി ലച്ചുവിനെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവന് വേണ്ടെന്ന്. അവൻ തന്ന പണം മതി എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതെന്താ അവൻ ഇത്ര പെട്ടെന്ന് അവളോടുള്ള ഭ്രമം തീർന്നോ? ആദിത്യൻ പറഞ്ഞതും ഞെട്ടലോടെ മായ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇനി പണം തിരികെ കൊടുക്കണം. നേരെ ഒന്ന് അങ്കിളിനെ വിളിച്ചു നോക്ക്. എന്ത് പറയാൻ? ആ പണം കൊണ്ടല്ലേ ടൗണിലെ സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തത്. പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് എടുത്ത് തരും. മായയ്ക്ക് ദേഷ്യം വന്ന് കഴിഞ്ഞിരുന്നു. അതൊന്നും എനിക്കറിയില്ല. പണം കൊടുത്തില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലുള്ള എൻ്റെ ഭാഗം അവന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് പോയാൽ പിന്നെ ഈ ജന്മം അതുപോലെ ഒന്നും വാങ്ങാൻ പറ്റൂല. അറിയാലോ, കണ്ണായ സ്ഥലം, നല്ല കച്ചവടമൊക്കെയാണ് അവിടെ. അന്ന് ലച്ചുവിൻ്റെ ചികിത്സയ്ക്ക് പണം കൊടുത്തത് അവളെ ഷെയർ കൂടെ വാങ്ങുമ്പോൾ ഞാൻ എന്തൊക്കെ കണക്ക് കൂട്ടിയാണ് അതറിയോ? ആദിത്യൻ വെപ്രാളത്തോടെ പറഞ്ഞിട്ട് തലമുടിയിൽ അള്ളിപ്പിടിച്ചിരുന്ന തളർച്ചയോടെ. ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു. കോളേജും ക്ലാസ്സും ഹരിതയും കുട്ടികളുമൊക്കെയായി തൻ്റെ പഴയ ജീവിതം തന്നെ ലച്ചു മറന്നു തുടങ്ങി. ആഴ്ച അവസാനം അൽത്താഫുമായുള്ള കറങ്ങലും നാസറിൻ്റെയും ജമീലയുടെയും സ്നേഹവും സുമയ്ക്കൊപ്പം ചിലവഴിക്കുന്ന കുറച്ച് സമയമൊക്കെ ആകെ സന്തോഷവതിയായിരുന്നു ലച്ചു. നമ്മളിത് എങ്ങോട്ടാലൂസേ? ഇതിപ്പോൾ കോളേജിലേക്കുള്ള വഴിയാണല്ലോ. വെള്ളിയാഴ്ച വൈകിട്ട് അൽത്താഫ് ലച്ചുവിനെ പതിവ് പോലെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് കോളേജിൽ പോകുന്ന വഴി തന്നെയാണല്ലോ. ഇവിടെ നമ്മളൊരു കുഞ്ഞു കൂട് നോക്കാൻ പോവാ. കിളിക്കൂടോ? അല്ലോന് കിളിയൊക്കെ ഇഷ്ടമാണോ? പിന്നെ നല്ല സുന്ദരി കിളി. ഇപ്പോൾ ഒന്നും തുടങ്ങി ഇഷ്ടമല്ല. ആ കുഞ്ഞിക്കിളിയോട് ഒരിണം വേണമെന്നൊരു ചിന്ത വന്ന് തുടങ്ങിയ കാലം മുതൽ ഈ ഒരൊറ്റ കുഞ്ഞിക്കിളിയോട് മാത്രമേ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. എന്തൊക്കെയാ ലൂസ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ലച്ചു മുഖം വെറുപ്പിച്ച് അവനെ നോക്കി. അവനൊന്ന് കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് കാർ ഒരു ഗേറ്റിന് മുന്നിൽ നിർത്തി. ഇറങ്ങണ്ട, ഗേറ്റ് തുറന്ന് കാർ അകത്തേക്കിടാം. അവൻ തന്നെ ഇറങ്ങി ഗേറ്റ് തുറന്ന് വീടിന് മുന്നിൽ കൊണ്ടുവന്ന് കാർ നിർത്തി. ഇനി എൻ്റെ കുഞ്ഞിപ്പത്ത് ഇറങ്ങി വായോ. അവൻ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വലത് കൈ അവൾക്ക് നേരെ നീട്ടി വിളിച്ചു. ആ കൈയിൽ കൈ കോർത്ത് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ആരുടെ വീടാ ലൂസേ? ആകാംക്ഷയുടെ ലച്ചു ചോദിച്ചു. ഇത് എൻ്റെ കുഞ്ഞിക്കിളിയെ കൂടെ കൂട്ടി താമസിപ്പിക്കാൻ ഒരിക്കൽ നമ്മുടെ കിളിക്കൂടാണ്. ഇനി എന്നും നമ്മൾ ഇവിടെയാണ്. വലതുകാൽ വെച്ച് കയറി വാ. മുൻവാതിൽ തുറന്ന് അവളുടെ കയ്യിൽ കൈ കോർത്ത് വലതുകാൽ വെച്ച് ഇരുവരും ഒരുമിച്ച് വീടിനുള്ളിൽ കയറി. വീടൊക്കെ കണ്ട് അഭിപ്രായം പറയും കുഞ്ഞിപ്പാത്തു. ലച്ചു ആദ്യം കിച്ചണിൽ പോയി. ചെറിയ അടുക്കള, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടുന്ന് പുറത്ത് വർക്ക് ഏരിയ, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഹാൾ, 2 ബെഡ്റൂം, അത് നല്ല വലിപ്പം, 2ഉം അറ്റാച്ച്ഡാണ്. പിന്നെ സീറ്റ് ഔട്ട്, മുറ്റം നിറയെ പലതരം പൂച്ചെടികൾ, എല്ലാം കൊണ്ടും ഒറ്റ നിലയിൽ ഭംഗിയുള്ള വീട്. ഇഷ്ടായോ പാത്തുമോ? ഒത്തിരി ഇഷ്ടമായി. നമ്മളിനി ജന്നത്ത് മസിൽ പോയില്ലേ? പിന്നെ പോവാതെ. ഇപ്പം പോകും പോലെ എല്ലാ വീക്സിലും എൻഡിലും നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ സുമമ്മയ്ക്ക് ഇനി ഇവിടെ വന്ന് നിൽക്കാമല്ലോ. അമ്മ വരില്ല ലൂസേ.
അതെന്താ, നമ്മൾ അമ്മയെ നല്ലോണം നോക്കില്ലേ? അതൊന്നുമല്ല കാരണം. പിന്നെ അമ്മയ്ക്ക് ആ വീട് വിട്ട് വരാൻ ഒട്ടും ഇഷ്ടമില്ല. അച്ഛനപ്പം ജീവിച്ച ആ വീട്ടിൽ തന്നെ മരിക്കും വരെയും ജീവിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എൻ്റെ കുഞ്ഞിപ്പാത്തുവിന് ആഗ്രഹമില്ലേ ആ വീട്ടിൽ പോകണം എന്നും അവിടെ അമ്മയ്ക്കൊപ്പം ഇടയ്ക്കൊക്കെ പോയി നിൽക്കണമെന്നൊക്കെ? അവളെ ചേർത്ത് പിടിച്ച് സെറ്റിലിരുന്ന് അൽത്താഫ് ചോദിച്ചു. പിന്നെ ഇഷ്ടമില്ലാതെ ഇരിക്കോ? പക്ഷേ ഞാൻ പോവില്ല. എൻ്റെ അച്ഛൻ പോയി. എനിക്ക് ഈ അച്ഛൻ കരുതി വെച്ചതൊക്കെ ചികിത്സയ്ക്ക് ചിലവായി. അമ്മ മാനസികമായി തകർന്നു. ഇതിനിടെ എനിക്കിനി ഒരിക്കലും അമ്മ അവൻ കഴിയില്ലെന്ന് മനസ്സിലായി. പിന്നെയും വിറ്റുപിറക്കി ഇനിയും അവസാനിക്കാത്ത ചികിത്സയും ഒക്കെ ആയതോടെ ഞാനൊരു ഒഴിയബാധയാണെന്നും എൻ്റെ ഏട്ടന്മാർക്ക് തോന്നി. ഏട്ടന്മാർക്കാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കിട്ടിയാൽ മതി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും ഞാൻ കരുതിയില്ല അച്ഛനില്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾക്ക് നമ്മളെ വേണ്ടതാകുമെന്ന്. അതിന് ഏട്ടന്മാർ മാത്രമല്ല കേട്ടോ, ചേച്ചിയും വിളിക്കുകയാണ്. ചേച്ചി പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ? വന്നല്ലോ. എനിക്ക് അവസാനം ചെയ്ത സർജറിയുടെ സമയത്ത് വന്നു. അന്ന് ബില്ലടയ്ക്കാൻ പൈസ തികയാഞ്ഞിട്ട് ചേച്ചിയുടെ അമ്മ കുറച്ച് പണം ചോദിച്ചു. രാജുചേട്ടൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. അന്നാണ് വഴക്കുണ്ടാക്കി ചേച്ചി അവിടുന്ന് പോയത്. അതിന് കുറേ മുൻപ് രാജുചേട്ടൻ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നു. അതെനിക്ക് കുറച്ചൊക്കെ മോശമായി പറഞ്ഞിട്ടാണ് പോയത്. ഇനി എൻ്റെ പാത്തുമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണം, ഞാനെൻ്റെ കൂടെ കേട്ടോ. എന്നും ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കെട്ടിയോൾ ഇട്ട് തരുന്നൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. അൽത്താഫ് പറഞ്ഞതും പിന്നെ പെണ്ണൊരു വെപ്രാളമായിരുന്നു. ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിരുന്നു, പാത്രങ്ങൾ ഉൾപ്പെടെ. അതൊക്കെ അവൾ എടുത്തു നോക്കി. ഒക്കെ മാമിയുടെ പണിയാണ്. എൻ്റെ കൊച്ചു വന്ന് ഒന്നിനും ബുദ്ധിമുട്ടരുത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ പോയി വാങ്ങിച്ചു കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ലച്ചു ഓരോന്നും എടുത്ത് നോക്കുന്നത് കണ്ടിട്ട് അടുക്കളയിലേക്കുള്ള വാതിൽ ചാർന്ന അൽത്താഫ് പറഞ്ഞു. ആണോ എന്ന പോലെ ലച്ചുവും അവനെ നോക്കി നിന്നു. ഇതിനിടയിൽ ചായയും റെഡിയായി എടുത്തു. ഒരു കപ്പിൽ മതി, നമുക്ക് ഒരുമിച്ച് കുടിക്കാം പറഞ്ഞിട്ട് പകച്ചു നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി കണ്ണിറക്കിയിട്ട് ചെക്കൻ ചെന്ന് സോഫാരിയിടം. ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. പകച്ചെന്ന് ലച്ചു പതിയെ ചായയുമായി അവൻ്റെ അരികിൽ വന്നിരുന്നു. അവൻ ചായ വാങ്ങി ടീപ്പോയിൽ വെച്ചിട്ട് ആ കൈ പിടിച്ചെടുത്തു. കുഞ്ഞിപ്പാത്തു. അവൻ ആ മൂളൽ കേട്ടതും അവളിൽ നിന്ന് നോക്കി. നാവ് കടിച്ച് ലച്ചു. സോറി. എന്തോ അവൾ വിളി കേട്ടു. എൻ്റെ കുഞ്ഞിപ്പാത്തുവിനോട് ഐ ലവ് യു പറയണോ? ഞാൻ എൻ്റെ ഇഷ്ടം നിനക്ക് എന്നോടൊപ്പം തോന്നി തുടങ്ങിയ ഫീലിങ്സും എനിക്കറിയാം അല്ലേ? അവൻ ആ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിച്ചു. അറിയാം. പതിഞ്ഞ ശബ്ദത്തിൽ അവളും പറഞ്ഞു. ഇനി ഈ വീട്ടിൽ നിന്നും നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും വേണം എന്നാണ് നിന്റെ അലോസിൻ്റെ ആഗ്രഹം. സമ്മതാണോ? എൻ്റെ പാത്തുവിന് എൻ്റെ കുഞ്ഞിപ്പാത്തു കൂടെ ആഗ്രഹിക്കുമ്പോൾ ആവണം നമ്മുടെ ഒന്നാകൽ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു നല്ല ഭാര്യ അവൻ കഴിയോ? എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളൊക്കെ മുഴുവനും പറയാതെ വിഷമത്തോടെ ലച്ചു അവനെ നോക്കി. കുറേയൊക്കെ ഉപ്പുപ്പ പറഞ്ഞ് എനിക്കറിയാം. 3-4 സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ 5 വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. ശ്രമിച്ചു നോക്കാം നമുക്ക്. പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. അല്ല, മാനസികമായി പറ്റുന്നില്ല എന്ന തോന്നലാണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് സെക്ഷനൊക്കെ നോക്കാം. എന്താ, സമ്മതാണോ? നിന്റെ സമ്മതവും ആഗ്രഹവും ഒക്കെ വേണം. എങ്കിലും നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റും. പിന്നെ മുറിവിൻ്റെ പാടുകൾ, അതിപ്പോൾ ആർക്കും പറ്റാവുന്നതല്ലേ? എനിക്കാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പാത്തുമ്മ എന്നെ വിട്ട് പോകുമോ? ഞാനെങ്ങും പോവില്ല. എൻ്റെ ജീവനാണ്. എനിക്ക് സമ്മതമാണ്. എനിക്ക് അല്ലൂസിൻ്റെ ആവാൻ സമ്മതമാണ്. അവൻ്റെ മുഖത്ത് നോക്കി പതറാതെ അവനോട് പറയുമ്പോൾ തന്നെ ഒന്നാകെ അവന് സമർപ്പിക്കാൻ മനസ്സുകൊണ്ട് അവളും തയ്യാറാവുകയായിരുന്നു. ഇന്നു മുതൽ അൽത്താഫും ലച്ചുവും പുതിയ വീട്ടിൽ താമസം തുടങ്ങുകയാണ്. ചെമ്പൂത്തു നിന്നും ഇബ്രാഹിം മാത്രമാണ് വന്നത്. പിന്നെ സുമയും നാസറും ജമീലയും ഹരിതയും സൂര്യയും സവിത നാട്ടിൽ പോയി. പിന്നീട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ചടങ്ങുകളൊന്നുമില്ല. എല്ലാവരും കൂടെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുവാണ്. എൻ്റെ ലച്ചുവേ, വീടിൻ്റെ പേര് എനിക്കിഷ്ടമായി കേട്ടോ. ഹരിത ലച്ചുവിനെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞു. പ്രിയമെന്നാണ് അൽത്താഫ് വീടിന് പേരിട്ടത്. അത് വേണോ? ഭാഗ്യമില്ലാത്ത പേരാണെന്ന് പറഞ്ഞതിന് കുറേ നേരം അവളോട് സംസാരിച്ചില്ല അവൻ. ഒടുവിൽ ലച്ചു തന്നെ അങ്ങോട്ട് സംസാരിച്ച് പിണക്കം മാറ്റി. ഈ 2-3 മാസം കൊണ്ട് അൽത്താഫിനെ കുറിച്ച് ലച്ചു മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അവന് പെട്ടെന്ന് ദേഷ്യം വരില്ല. വന്നാൽ പിന്നെ ഒരക്ഷരം മിണ്ടില്ല. അത്രയേറെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എങ്കിലൊരു പൊട്ടിത്തെറി ഉറപ്പാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി പറയുന്നത് ആൾക്ക് ഫീലാകും. അങ്ങനെ ആയാലും മിണ്ടാതിരുന്ന് കളയും. നമ്മൾ ഓർക്കുക പോലും അപ്പോഴാകും. ഒരു ചീരിയുടെ ബീഫ് പുരട്ടിയത് മുകളിൽ കറിവേപ്പിലിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി തൂകി ഇറക്കി വെച്ച് വാഴയില കൊണ്ട് അടച്ചു ലച്ചു. ഇനി ഒന്നുമില്ലല്ലോ മോളെ, പായസം വാങ്ങി വെച്ചില്ലേ? ലച്ചുവിൻ്റെ അരികിൽ വന്ന് ജമീല ചോദിച്ചു. എല്ലാമായി, ഇനി ഒന്നുമില്ല ഉമ്മി. ജമീല നിറമിഴയോടെ അവളെ നടക്കി പിടിച്ചു. കുറച്ച് ദിവസമായി ജമീലെ ഒരു ദിവസം ലച്ചു പോലും അറിയാതെ വിളിച്ചു പോയതാണ് ഉമ്മയെന്ന്. അന്ന് വയറുവേദന കൊണ്ട് ജീവൻ പോകും പോലെ തോന്നിയൊരു ദിവസമാണ്
വയറിൽ ചൂട് പിടിച്ച് അടുത്തിരുന്ന് തലോടിയും ഉറക്കിയ ദിവസമാണ് അങ്ങനെ വിളിച്ചത്. അന്ന് പാതി ബോധത്തിലായിരുന്നെങ്കിൽ അതിനുശേഷം ആ വിളി സ്ഥിരമായി. എപ്പോൾ ലച്ചു ഉമ്മി എന്ന് വിളിച്ചാലും ആ കണ്ണുകൾ നിറയും. അന്ന് വന്ന ശേഷം പിന്നീട് പീരീഡ്സ് വന്ന മോളെ? ലച്ചുവിനോട് ജമീല പതിയെ ചോദിച്ചു. ഇല്ല, ഇനിയൊരു 6 മാസം കഴിയണം. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ മടിക്കാതെ അല്ലുവിനോട് പറയണം കേട്ടോ. ഒറ്റയ്ക്ക് സഹിച്ചു നിൽക്കാൻ നോക്കരുത്. അവളുടെ നെറ്റിയിൽ പാറിക്കിടക്കുന്ന കുറുനീരുകളെ ഒതുക്കി വെച്ചു കൊടുത്ത് ജമീല പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോന്നോളാം പോരെ? അവരുടെ മൂക്കും പിടിച്ച് ഒന്ന് ഉലച്ച് ലച്ചു പറഞ്ഞു. എന്ന് നമുക്ക് കഴിച്ചാലോ? അൽത്താഫ് അങ്ങോട്ട് വന്ന് ചോദിച്ചു. പിന്നെ ഓരോന്നായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ചോറും കപ്പയും ബീഫും ചിക്കൻ ബിരിയാണി, സാമ്പാറും തോരനും അച്ചാറും പപ്പടവും പിന്നെ പാൽപ്പായസവും ഒക്കെ സന്തോഷത്തോടെ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ കഴിച്ചു. വൈകിട്ടോടെ എല്ലാവരും പോകാനിറങ്ങി. അൽത്താഫാണ് സുമയെയും ഇബ്രാഹിമിനെയും കൊണ്ടുവിടാൻ പോകുന്നത്. നീ വാ പാത്തുമ്മ, ഇവർ രണ്ടാളെയും കൊണ്ടുവിട്ടിട്ട് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു വരാടി. ഒന്ന് പോയി, നിങ്ങൾ 3 ആളും പോയിട്ട് വായോ. എനിക്കിവിടെ ജോലിയുണ്ട്, വീടൊക്കെ ക്ലീൻ ചെയ്യണം. ലച്ചു മടിച്ചുകൊണ്ട് അവരെ നോക്കി. പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടേക്ക് ഒതുക്കാം. അവർ ലച്ചുവിൻ്റെ നെറ്റിൽ വീണ് കിടക്കുന്ന കുഞ്ഞു മുടികളെ ചെവിക്ക് പിന്നിൽ ഒതുക്കി വെച്ച് പറഞ്ഞു. അവൻ്റെ നിൽപ്പും നോട്ടവും ഇതൊക്കെ ലച്ചുവിനെ അവർ 2 ദിവസം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഞാൻ വരാം, ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. ഇട്ടിരിക്കുന്ന മെറൂൺ നിറത്തിലെ ടോപ്പും ബ്ലാക്ക് ലെഗിൻസും നോക്കി ലച്ചു പറഞ്ഞു. വേണ്ട, ഇത് മതി. ഈ നിറം നിനക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. അവളെ കവളിൽ നിന്ന് തഴുകിയ അൽത്താഫ് ലച്ചു പിന്നിലേക്ക് വേച്ചു പോയി. അവൻ അവളെ ഇടത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്തു. ലച്ചുവിൻ്റെ ദേഹം കുഴഞ്ഞുപോയി. അവൻ്റെ പ്രണയം നിറഞ്ഞ നോട്ടം, ചേർത്ത് പിടിക്കൽ, കരുതലൊക്കെ ലച്ചുവിനെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. അമ്മയും ഉപ്പുപ്പയും ഒക്കെ പുറത്തിരിപ്പുണ്ട ലൂസേ. ലച്ചുവിൻ്റെ ഇടറിയ ശബ്ദം കേൾക്കെ ഒരു ചിരിയോടെ അവളെ വാരി നെഞ്ചിൽ ചേർത്തു അൽത്താഫ്. ഇതൊക്കെ ആദ്യമായാണ് ഇത്രയും അടുത്ത് ഇങ്ങനെ തൊട്ടും തലോടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇപ്പം താനും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ ആസ്വദിക്കുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ഭാര്യയെ ജീവിക്കാൻ കഴിയണേ മഹാദേവ. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിലച്ചു പ്രാർത്ഥിച്ചു. പോകാമോ കുഞ്ഞിപ്പാത്തുവോ? അവളുടെ ചെവിയുടെ ചുണ്ടടുപ്പിച്ചല്ല ചോദിക്കെ അവൻ്റെ ചുടുനിശ്വാസത്തിൽ ലച്ചു ഈ കിളി കൊണ്ട് കഴുത്ത് വെട്ടിച്ചു പോയി. പിടച്ചിലയുടെ മുഖമുയർത്തി അവനെ നോക്കി പോകാമെന്ന് തലയനക്കി. കാറിൽ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന ലച്ചുവിനെ കാണുമ്പോൾ എത്രയോ കാലങ്ങൾക്കിപ്പുറം അമ്മയും മകളും മനസ്സ് തുറന്ന് സന്തോഷിക്കുവാണ് ഇബ്രാഹിമിന് തോന്നി. വീട്ടിൽ അമ്മ ഇറക്കി ഒരു പൊതി അമ്മ ഏൽപ്പിച്ച് ലച്ചു. എന്താ ഇത്? രാത്രി അമ്മയ്ക്ക് കഴിക്കാൻ പറയുമ്പോൾ ലച്ചു അമ്മയെ ചുറ്റിപ്പിടിച്ചു. വേണ്ടായിരുന്നു മോളെ, എന്തിനാ ഇതൊക്കെ? വേണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അമ്മ രാത്രി എന്താ കഴിക്കുകയെന്നോർത്ത്. സുമയുടെ കവളിൽ മുത്തം വെച്ച് ലച്ചു പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അല്ലുവിനോടും ഇബ്രാഹിമിനോടും യാത്ര പറഞ്ഞ് സുമ നന്ദാവനത്തിൻ്റെ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി. അത് കഴിഞ്ഞാണ് ചെമ്പോത്ത മുറ്റത്തേക്ക് കാർ കയറ്റിയത്. നീ ഇറങ്ങടാ, ഞാനിപ്പോൾ വരാം. ഉമ്മമ്മയ്ക്ക് ഇത് കൊടുത്തിട്ട് വരാം. ഇപ്പം വരാം. കൊച്ചുകൂടെ വരട്ടടാ. ഐഷൊന്നും പറയില്ല. അൽത്താഫ് ലച്ചിനോട് പറയുന്ന കേട്ട് ഇബ്രാഹിം പറഞ്ഞു. വേണ്ട, എന്നെങ്കിലും ഉമ്മുമ്മ തന്നെ എൻ്റെ കൊച്ചിനെ ഈ അൽത്താഫിൻ്റെ പെണ്ണായി കൈപിടിച്ച് കയറ്റണം. അന്നേ എൻ്റെ കുഞ്ഞി പത്തു ഇനി പടി കയറി വരൂ. പറഞ്ഞിട്ട് ഉമ്മമ്മയ്ക്കുള്ള ഫുഡും എടുത്ത് അകത്തേക്ക് പോയി. മോളെ, ഇബ്രാഹിം ലച്ചുവിനെ വിളിച്ചു. സാരയില്ല ഉപ്പ, അന്ന് ഐഷുമ്മ എന്തോ പറഞ്ഞത് ആള് കേട്ടിട്ടുണ്ട്, അതാണ് ദേഷ്യം, അതൊക്കെ മാറും. അയാളെ നോക്കി ചീറ്റിയോടെ പറയുമ്പോൾ അയാൾക്ക് വല്ലായ്മ തോന്നി. ഇബ്രാഹിമിനും അറിയാം എത്രയും പെട്ടെന്ന് ഐഷുവിനോ നസീമയ്ക്കോ അല്ല താഴ്ന്നു കൊടുക്കില്ലെന്ന്. കാരണം നന്ദാവനത്തിലെ ലക്ഷ്മി പ്രിയ ചെമ്പോത്തെ അൽത്താഫിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭ്രാന്താണെന്ന് അയാളോളം മനസ്സിലാക്കിയത് മറ്റാരുമില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അവളെ നോവിച്ചവരെ ജീവിതാവസാനം വരെ അവൻ നോവിക്കും. അതിൻ്റെ തുടക്കമാണ് അഖിലേഷ് ഇറക്കിയ പണം ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തിൽ നിന്നും തിരിച്ചു പിടിച്ചത്. നിഖിലിപ്പോൾ ആ കിടപ്പ് കിടക്കുന്നതും ലക്ഷ്യം നോവിക്കുന്നവരെ പാമ്പിൻ്റെ പകയുടെ അല്ലു കാത്തിരുന്ന് കൊത്തും, അത് ഉറപ്പാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ വീടിനുള്ളിൽ നിന്നും ഓടിയിറങ്ങി വന്നു. കാറിൽ കയറി യാത്ര പറയുന്നവനെ നോക്കി നിന്നു. തിരികെയുള്ള യാത്രയിൽ ഇരുവർക്കും സന്തോഷമായിരുന്നു. ഇടയ്ക്കിടെ തൻ്റെ നേരെ വീഴുന്ന ലച്ചുവിൻ്റെ കുഞ്ഞു നോട്ടം കാണി അൽത്താഫ് ചിരി കടിച്ചു പിടിച്ചു. എന്താണ് കുഞ്ഞിപ്പാത്തുനൊരു കള്ളനോട്ടം? ഒന്നുമില്ല, വെറുതെ നോക്കിയതാ. ഇന്ന് നമുക്ക് ഒരു ആഘോഷമുണ്ടല്ലോ പാത്തുമ്മ. എന്താഘോഷം? അവൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്തപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, അത് ഞാൻ പറയുന്നില്ല, ചെയ്തു കാണിച്ചു തരാം. ചുണ്ടിലൊരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി പറയുന്നവനെ ലച്ചുപ്പാക്കപ്പോടെ നോക്കി. അവൻ്റെ ആഗ്രഹങ്ങൾ തന്നെ കൊണ്ട് നിറവേറ്റാൻ സാധിക്കുമോ എന്നൊരു ചിന്തയിൽ ലച്ചു വല്ലാതെയായി. ഏയ് കുഞ്ഞി, എന്താ? ഞെട്ടിലൂടെ ലച്ചു അവനെ നേർക്ക് നോക്കി ചോദിച്ചു. പോയിട്ട് നിനക്ക് ഒരുപാട് ജോലിയുണ്ടോ? എനിക്ക് മാത്രമായിട്ട് ജോലിയൊന്നുമില്ല, നമ്മൾക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള ജോലിയിടും. ലച്ചു അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. എടി പാത്തുമോ, ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ജോലി ചെയ്യാൻ വയ്യ. എന്നാലേ
എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത്? വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒക്കെ തീർത്ത് വീടും ക്ലീൻ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാൻ വാ. കാർ പോർച്ചിൽ കൊണ്ടു നിർത്തിയതും ഡോർ തുറന്നിറങ്ങിയവൾ അവനെയും കൂടെ വിളിച്ച് വീടിനുള്ളിൽ കൊണ്ടുപോയി. ദാ ഈ പാത്രം മുഴുവനും കഴുകാനുള്ളതാണ്. പിന്നീട് വീട് മുഴുവനും തുടയ്ക്കണം. അപ്പോൾ എൻ്റെ കെട്ടിന് ഇതിലേത് ചെയ്യും? ഇടുപ്പിൽ ഇരു കൈയും കുത്തി ഒറ്റക്കണ്ണിറക്കി തല ചെരിച്ച് അവരെ നോക്കി ലച്ചു ചോദിച്ചു. ഒറ്റ നിമിഷം അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി. പണ്ടത്തെ തൻ്റെ അതേ കുഞ്ഞിപ്പാത്തും ആ നിൽപ്പും ആ നോട്ടവും അൽത്താഫിൻ്റെ ഉള്ളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പി. എന്ത് ചെയ്യണമെന്ന് എൻ്റെ പാത്തു പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തിരിക്കും. അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് അൽത്താഫ് പറഞ്ഞു. ലച്ചു പിടഞ്ഞു പോയി. അവൻ്റെ പിടിയിൽ അവൻ്റെ ആർദ്രമായ പ്രണയം നിറഞ്ഞ നോട്ടത്തിൽ വിട്ടേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എല്ലാ ജോലി. തൽക്കാലം സ്ഥലം വിട്. അവൻ്റെ കൈപ്പിടിയിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അപ്പം ഓടിപ്പോയി സിങ്കിൽ കിടക്കുന്ന പാത്രം കഴുകാനും തുടങ്ങി. അവനൊരു ചീരിയുടെ മൂളിപ്പാട്ടും പാടി റൂം വൃത്തിയാക്കാൻ തുടങ്ങി.